KSRTCയുടെ പുതിയ ബസ്സുകൾ 21-ന് മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. എന്തായാലും ഗതാഗത മന്ത്രി തന്നെ ഇപ്പോൾ ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, എന്തൊക്കെയാണ് ബസ്സുകളുടെയും പ്രത്യേകത? സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 6 മാസത്തിനുള്ളിൽ 340 ബസ്സുകൾ റോഡിൽ ഇറക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആഡംബരമുള്ള വണ്ടി മുതൽ ഏറ്റവും ഗ്രാമപ്രദേശത്ത് ഓടുന്ന ചെറിയ ബസ്സുകൾ വരെ ഉണ്ടാവും. ബസ്സെല്ലാം വന്നു തുടങ്ങി. 21-ാം തീയതിക്ക് മുമ്പ് വണ്ടികളെല്ലാം വരും. മുഖ്യമന്ത്രി അന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് 100ഓളം വണ്ടികളാണ്. എല്ലാ കാറ്റഗറിയിലും വണ്ടി വരുന്നുണ്ട്. അതായത് സൂപ്പർ ക്ലാസ്സിലുള്ള ഓൾവോ ബസ്സുകൾ, അതുപോലെ ഇത് ലൈലൻഡിൻ്റെ സ്ലീപ്പർ കം സീറ്റർ മാത്രമുള്ള ഈ വണ്ടി, ഇതുപോലുള്ള വണ്ടികൾ വരുന്നുണ്ട്. അതുകൂടാതെ സൂപ്പർ ഫാസ്റ്റ് ഇതെല്ലാം വരുന്നുണ്ട്. അതെല്ലാം പുതിയ വണ്ടി വന്നു തുടങ്ങിക്കഴിഞ്ഞു. ലിങ്ക് ബസ് എന്നൊരു പുതിയ ബസ് വരുന്നുണ്ട്. നമ്മൾ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് AC വണ്ടി തുടങ്ങിയതുപോലെ അതും വരുന്നുണ്ട്. അതും ഇനി കുറച്ചുകൂടി നമ്പർ വരും. പിന്നെ ഗ്രാമപ്രദേശങ്ങൾ ഓടാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ബസ്, രണ്ട് ടൗണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓടുകൾ, ചെറിയ 4 സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ട് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടിയാണ്. അതും വന്നിട്ടുണ്ട്. 5 വണ്ടി വന്നിട്ടുണ്ട്. ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ഞാനിന്ന് പരിശോധിച്ചാൽ എന്തെങ്കിലും അവർ കമ്പനിക്കാർ പറഞ്ഞ എന്തെങ്കിലും നമുക്കിതിനകത്ത് ഇനി മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വണ്ടികളിങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കും. ഈ സൈസ് വണ്ടി തന്നെ ഇപ്പോൾ നമ്മൾ 17 വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 108 കോടി രൂപയ്ക്കാണ് സർക്കാർ KSRTCക്ക് വണ്ടി വാങ്ങുന്നത്. അതിനുള്ള പണം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനിയും വണ്ടി വരുന്ന മുറയ്ക്ക് അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത്. കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ KSRTCയിൽ ഒരു മാറ്റം. KSRTCയുടെ പുതിയ മുഖം അത് വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൻ്റെ തൊട്ടടുത്ത ദിവസം, ചടങ്ങ് 21-ാം തീയതിയാണ്. 22-ാം തീയതി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KSRTCയുടെ ഒരു ഓട്ടോ എക്സ്പോ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഇനാഗുറേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാവരും വരണം. അതിലെല്ലാ വണ്ടികളും കയറി കാണാനും വണ്ടികളെല്ലാം ഭംഗി ആസ്വദിക്കാനും ഒക്കെ ജനങ്ങൾക്ക് അവസരമുണ്ട്. ആ ദിവസങ്ങളിൽ KSRTCയുടെ ബസ്സുകൾ മാത്രമല്ല, മറ്റ് വാഹന നിർമ്മാതാക്കളുടെ വണ്ടികളും അവിടെ പ്രദർശിപ്പിക്കുന്ന ഒരു മെഗാ ഓട്ടോ ഷോ ആയിരിക്കും KSRTC സംഘടിപ്പിക്കുന്നത്. ഇത്രയും 3 ദിവസമാണ് അത് നടക്കുന്നത്. 22, 23, 24 തീയതികൾ. പ്രവേശന സൗജന്യമാണ്. എല്ലാവരും വരണം, കാണണം, ആസ്വദിക്കണം. KSRTCയിൽ യാത്രയില്ല, ഇനി KSRTCയിലേക്ക് മാറ്റുക. KSRTC ഒരു ദിവസം 8.5 കോടി വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ സഹായിക്കും. ഇപ്പോൾ 7-7:45 നിൽക്കണം ശരാശരി. 8.5 കോടി വരുമാനം ഉണ്ടാക്കാൻ ജനങ്ങളും KSRTC ജീവനക്കാരും തയ്യാറായാൽ എല്ലാ ദിവസവും KSRTC ലാഭത്തിലായിരിക്കും. ഓണത്തിനുള്ളൊരു സമ്മാനമാണ്. ഇത് ഓണസമ്മാനമാണ്, സർക്കാരിൻ്റെ ഓണസമ്മാനമാണ്. ഇത് ആസ്വദിക്കും, ഏതായാലും ജനങ്ങൾ ആസ്വദിക്കും. ഇത് നമ്മൾ കൂടുതലും ദീർഘദൂര സർവീസാണ്. അന്തർ സംസ്ഥാന തിരുവനന്തപുരം, ബാംഗ്ലൂർ, എറണാകുളം, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലത്ത് നിന്ന് പോകുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ബാംഗ്ലൂർ, പല സ്ഥലത്ത് നിന്ന് പോകുന്നു. അത്തരം ബസ്സുകളെ ഇപ്പോൾ AC ഇല്ലാത്ത വണ്ടി, കാലാവസ്ഥ മാറിയ സ്ഥിതിക്ക് കൂടുതൽ AC വണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. നമ്മൾ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടി തുടങ്ങി. അത് വലിയ ഹിറ്റാണ്. കാരണം എല്ലാ ദിവസവും അത് ഫുള്ളായിട്ടാണ് പോകുന്നത്. ഒരു 10,000 മുതൽ ഒരു 15,000 റുപ്പീസ് വരെ ലാഭമുണ്ട്. എല്ലാ ചിലവും പോയിട്ട്, അതിന് ഡീസലും ചിലവും ശമ്പളവും എല്ലാം പോയിട്ട് ലാഭമുണ്ട്. അപ്പം അങ്ങനെ ഓരോ യൂണിറ്റും ലാഭം. അപ്പം ഇത് അങ്ങനെയുള്ള വണ്ടിയായിട്ടാണ് ഇത് ഓടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നല്ല നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഫയർ ഫൈറ്റിംഗ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള KSRTC ബസ്സുകൾ തന്നെയാണ് ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് സർക്കാർ നൽകുന്നത്. ഇത് ഓണസമ്മാനമായി തന്നെ സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം സുലേഖ ശിവകുമാർ.